കയ്യേറ്റവും തെരഞ്ഞെടുപ്പ് അട്ടിമറിയും കേട്ടുകേൾവി മാത്രമായിരുന്നു നമുക്കിത്രയും കാലം. എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 10 സംഘപരിവാർ കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ടിന്റെ സൃഷ്ടിയായ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ സഹായത്തോടെ സമാനതകളില്ലാത്ത അതിക്രമത്തിനാണ് UDSF നേതൃത്വം കൊടുത്തിട്ടുള്ളത്. സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന രഹസ്യയോഗം കയ്യോടെ പിടിക്കപ്പെട്ടതിലൂടെയാണ് UDSFും വൈസ് ചാൻസലർ നിയമിച്ച നിരീക്ഷകന്മാരും തമ്മിലുള്ള ഗൂഢാലോചന പുറത്തുവരുന്നത്. എന്നാൽ അത് ഗൂഢാലോചന നടത്തിയതല്ല, മറിച്ച് മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗമാണ് എന്നാണ് UDSFിന്റെ വിശദീകരണം. ഇലക്ഷന്റെ സമയത്ത് ഒബ്സർവർ അങ്ങനെ ഒരു സംഘടനയായിട്ട് യോഗം ചേർന്ന് സർവകലാശാല ഗസ്റ്റ് ഹൗസിലെ പ്രൈവറ്റ് റൂമിൽ കൃത്യമായും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വോട്ടെണ്ണുന്നതിന് തൊട്ടു മുന്നോടിയായി വൈസ് ചാൻസലർ നിയമിച്ച തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും UDSF ഭാരവാഹികളും ലീഗ് സിൻഡിക്കേറ്റ് അംഗവും അടങ്ങുന്ന യോഗം നിഷ്കളങ്കമായ സംഘാടക സമിതി യോഗമാണെന്ന് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യരല്ല സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി സമൂഹം. അതിക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് പിന്നീട് വോട്ടെണ്ണൽ ആരംഭിച്ചതിനു ശേഷം വോട്ടെണ്ണൽ കേന്ദ്രമായ EMS സെമിനാർ കോംപ്ലക്സിനടുത്ത് MSF KSU നേതാക്കന്മാർ നടത്തിയത്. നിലവിൽ VC അപ്പോയിന്റ് ഒബ്സർവറാണോ? അത് ഡ്യൂട്ടി എടുക്കാത്തതിന്റെ പ്രശ്നമാണോ? സാർ ഒബ്സർവർ അല്ലേ? ഒബ്സർവറും ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും തമ്മിൽ ഇങ്ങനെ ചർച്ച VCയും സിൻഡിക്കേറ്റും KSU MSFും കൂടെ പരിപാടി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒപ്പില്ലാത്ത ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കണമെന്നതായിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷമുള്ള UDSFിന്റെ ആദ്യത്തെ ആവശ്യം. സൈൻ ചെയ്യാൻ വിട്ടുപോയതായിരിക്കാമെന്നും അത് വോട്ട് ചെയ്ത വിദ്യാർത്ഥികളുടെ അവകാശത്തെ ഇല്ലാതാക്കാനുള്ള കാരണമാകരുതെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള ബാലറ്റുകൾ അസാധുവാക്കാൻ കഴിയില്ല എന്നുമാണ് റിട്ടേണിംഗ് ഓഫീസർ ഇതിന് മറുപടിയായി നൽകിയിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങളുടെ ആശങ്കകൾ പരാതിയായി എഴുതി നൽകുന്ന പക്ഷം വോട്ടെണ്ണലിനു ശേഷം ഉചിതമായ തീരുമാനം ആലോചിച്ചെടുക്കുന്നതാണ് എന്ന് UDSF പ്രതിനിധികളോട് റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുകയുണ്ടായി. ഇത് അംഗീകരിച്ചുകൊണ്ട് വോട്ടെണ്ണൽ വീണ്ടും ആരംഭിച്ചു. ഏകദേശം 300-ൽ പരം ഭൂരിപക്ഷം SFIയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭിച്ച സമയത്ത് നേരത്തെ ഉന്നയിച്ച ബാലറ്റ് പേപ്പറിൽ ഒപ്പില്ല എന്നുള്ള വിഷയം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് MSF പ്രതിനിധി PK മുബഷിർ ബഹളം വെക്കാൻ തുടങ്ങി. വോട്ടെണ്ണൽ വീണ്ടും നിർത്തിവെക്കേണ്ട ഘട്ടം വന്നപ്പോൾ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച് ഒപ്പില്ലാത്ത ബാലറ്റ് പേപ്പറുകൾ മാറ്റിവെച്ചുകൊണ്ട് വോട്ടെണ്ണൽ പുനരാരംഭിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനിച്ചു. തോൽക്കുമെന്ന് ഉറപ്പായതോടുകൂടി UDSFിന്റെ നേതാക്കന്മാരായ PK മുബഷിർ, സലാഹുദ്ദീൻ, അസ്താഫ് എന്നിവർ ബഹളം വെച്ചുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും മേശയും കസാരയും ഉൾപ്പെടെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനിടയിൽ എല്ലാവർക്കും കാണുന്ന വിധത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാഗ് MSF നേതാവ് സലാഹുദ്ദീൻ എടുത്തുകൊണ്ടുവരികയും അത് SFIക്കാർ ബാലറ്റ് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് ആരോപിച്ചുകൊണ്ട് തുറന്നു കാണിക്കുകയും ചെയ്തു. കാലിയായ ആ ബാഗിന്റെ ഉൾവശം വീഡിയോയിലൂടെ എല്ലാ വിദ്യാർത്ഥികളും കണ്ടതാണ്. അത് ഇലക്ഷൻ ചുമതലയുള്ള അധ്യാപകന്റെ ബാഗാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കവും കയ്യാങ്കളിയും നടക്കുന്നതിന്റെ ഇടയിലാണ് PK മുബഷിർ എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ബോക്സിൽ നിന്നും ബാലറ്റ് പേപ്പറുകൾ എടുത്തുകൊണ്ട് ബാഗിനടുത്തേക്ക് ഓടിയത്. ബാഗിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന രീതിയിൽ ഉയർത്തി കാണിക്കുന്ന ബാലറ്റ് പേപ്പറുകൾ യഥാർത്ഥത്തിൽ എണ്ണുവാൻ വെച്ചിരുന്ന ബോക്സിൽ നിന്നും എടുത്തതാണ്. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും കൗണ്ടിംഗ് ഏജന്റ്മാരായിരുന്ന മറ്റു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും പോലീസുകാരും എല്ലാം തന്നെ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികളാണ്. അതിനു മുന്നേ ഉയർത്തി കാണിച്ച ബാഗിനുള്ളിൽ ഒന്നുമില്ലായിരുന്നു എന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഒന്നാമതായി, അങ്ങനെ SFI കടത്തിക്കൊണ്ടുവന്ന ബാലറ്റ് പേപ്പറുകളാണ് UDSF കീറിയെറിഞ്ഞതെങ്കിൽ അതിലെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ഒപ്പുകളുള്ള ബാലറ്റുകൾ വന്നത്? കീറിയെറിഞ്ഞ ബാലറ്റുകളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് UDSF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റും SFI സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റും ഒരുപോലെ വരുന്നത്? SFI ഒളിച്ചു കടത്തിക്കൊണ്ടുവന്ന ബാലറ്റ് ആണെങ്കിൽ അതിൽ SFI സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ മാത്രമാണ് കാണേണ്ടിയിരുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിദ്യാർത്ഥികൾ അവരുടെ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പറുകളാണ് UDSF നേതാക്കൾ കീറിയെറിഞ്ഞത്. ഇനിയും SFI ഏതൊക്കെയോ തരത്തിൽ അട്ടിമറി നടത്തിയെന്ന ആരോപണത്തിൽ UDSF ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റു ചില ചോദ്യങ്ങൾക്ക് കൂടെ നമുക്ക് ഉത്തരം ലഭിച്ചിരിക്കണം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മത്സരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികൾ പോളിംഗ് ഏജന്റുമാരായി തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തിനുള്ളിൽ ഉണ്ടാവും. പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് ബാലറ്റുകൾ നിക്ഷേപിച്ച പെട്ടി ലോക്ക് ചെയ്ത് ആ ലോക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് സീൽ ചെയ്യുന്ന പ്രക്രിയകൾ നടത്തുന്നത്. പിന്നീട് കൗണ്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതേപോലെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ കൗണ്ടിംഗ് ഏജന്റുമാരായി എത്തുകയും
അവരുടെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നേരത്തെ സീൽ ചെയ്ത പെട്ടികൾ തുറക്കുന്നത്. ലോക്ക് ചെയ്ത് സീല് വെക്കുന്ന സമയത്ത് UDSF നേതാവ് സലാഹുദ്ദീൻ അത് മൊബൈൽ വീഡിയോ ആയി പകർത്തുകയും ലോക്ക് തുറക്കുന്ന സമയത്ത് വീഡിയോയിലുള്ളതുപോലെ തന്നെയാണോ എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസറായ അധ്യാപിക തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൗണ്ടിംഗ് ആരംഭിക്കുന്നത് വരെ അതിനെക്കുറിച്ചുള്ള യാതൊരു ആരോപണവും UDSF എവിടെയും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു ആക്ഷേപവുമില്ലാതെ ആരംഭിച്ച കൗണ്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിൽ SFIയുടെ ഭൂരിപക്ഷം 300 വോട്ടുകൾ കഴിഞ്ഞപ്പോൾ പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിച്ച് വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തിയത് എന്തിനായിരുന്നു എന്ന് UDSF മറുപടി പറഞ്ഞേ തീരും. ബാലറ്റ് പേപ്പറുകളിൽ സീരിയൽ നമ്പറുകൾ ഇല്ല എന്നതാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ DSU തെരഞ്ഞെടുപ്പിലും സെനറ്റ് തെരഞ്ഞെടുപ്പിലും ബാലറ്റ് പേപ്പറുകളിലെ സീരിയൽ നമ്പർ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടവരാണ് UDSFും വൈസ് ചാൻസലറും. സീരിയൽ നമ്പറുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്ത ആളുകളെ കണ്ടെത്താം എന്നുള്ളത് കൊണ്ടാണ് സീരിയൽ നമ്പറുകൾ ഒഴിവാക്കാൻ ഇക്കൂട്ടർ ആവശ്യപ്പെട്ടത്. അതുതന്നെയാണ് സീരിയൽ നമ്പറുകൾ ഇപ്രാവശ്യം ബാലറ്റ് പേപ്പറുകളിൽ നിന്നും ഒഴിവാക്കാൻ നിലവിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും പ്രേരിപ്പിച്ചത്. വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്താണ് എല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ SFI പ്രവർത്തകരും ബാലറ്റിൽ സീരിയൽ നമ്പറുകൾ ഇല്ലാത്തത് ശ്രദ്ധിക്കുന്നത്. കൗണ്ടിങ്ങിന്റെ സമയത്ത് സീരിയൽ നമ്പർ ഇല്ലാത്തതിനെക്കുറിച്ച് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അന്വേഷിക്കുകയും സ്വകാര്യതയെ ബാധിക്കുന്നതുകൊണ്ട് സീരിയൽ നമ്പറുകൾ ഒഴിവാക്കി എന്ന മറുപടി ഓഫീസർമാർ നൽകുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്നാണ് UDSF ആരോപണം. ഇവിടെയും ഉത്തരം ലഭിക്കാതെ പോകുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും സാക്ഷി നിർത്തി അടക്കുകയും തുറക്കുകയും ചെയ്ത ബാലറ്റ് പെട്ടികളിൽ എങ്ങനെയാണ് തിരിമറി നടത്താൻ കഴിയുന്നത്? തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായ 20ഓളം അധ്യാപകരും VC ചുമതലപ്പെടുത്തിയ നിരീക്ഷകരിലെ 2 പേരും കാവൽ നിന്ന പോലീസുകാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ SFIയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജോലി പോലും നഷ്ടപ്പെടുമോ എന്ന് വകവയ്ക്കാതെ അട്ടിമറി നടത്താൻ കൂട്ടിനിന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും പേർ ഒന്നിച്ചു നടത്തുന്ന പ്രവർത്തനത്തിൽ ഏതെങ്കിലും 1-2 ആളുകൾ വിചാരിച്ചാൽ അട്ടിമറി നടത്താൻ കഴിയും എന്നാണോ UDSF വാദിക്കുന്നത്? അവിടെ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകരും പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും മുൻ SFIക്കാർ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ധാർമ്മികതയും പ്രൊഫഷണലിസവും ഉണ്ടായിരുന്ന ഒരാൾ പോലും അവിടെ ഇല്ല എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. പോളിംഗ് ഏജന്റുമാരുടെയും കൗണ്ടിംഗ് ഏജന്റുമാരുടെയും കണ്ണ് വെട്ടിച്ച് ബാലറ്റുകൾ തിരികെ കയറ്റി എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. SFI അട്ടിമറി നടത്തി എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ബാലറ്റുകൾ കീറിയെറിയുന്നതിന് പകരം നിയമ പോരാട്ടം നടത്തി നിങ്ങളുടെ വാദം ശരിയാണ് എന്ന് തെളിയിക്കാനല്ലേ സ്വാഭാവികമായും ശ്രമിക്കേണ്ടത്? എന്നാൽ ബാലറ്റുകൾ കീറിയെറിഞ്ഞ് വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തിയതിന് പിന്നിൽ പരാജയ ഭീതി അല്ലാതെ മറ്റെന്താണെന്ന് വിദ്യാർത്ഥി സമൂഹത്തോട് നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ.